ഇന്ന് നമുക്ക് ഒരുമിച്ച് എൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മേനൊക്കെ ഒന്ന് കണ്ടു വന്നാലോ? വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിയോ കാരണം എന്നെ കാണാനേ കിട്ടാറില്ല, എപ്പോഴും തിരക്കെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്നേക്കാളും അവർക്ക് വേണ്ടത് മോളെയാണ്. കുറേ നാളായി അവളെയും കണ്ടിട്ട്. അവിടെയാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ട്. ഏച്ചിയും ഏട്ടനും അനിയത്തിയും പിന്നെ ഏട്ടത്തിയമ്മയുണ്ട്, സബിയേച്ചി. ഞങ്ങളെല്ലാവരും കൂടിയാൽ പിന്നെ വർത്താനായിരിക്കും പ്രധാനം. പാചകം അതിൻ്റെ ഇടയിൽ അങ്ങ് നടക്കുന്നെന്ന് മാത്രം. ഇതിപ്പം അമ്മയാണ് ഇന്നത്തെ പായസം വെച്ചത്, അത് അമ്മ അങ്ങ് കാണിച്ചു തരിക. പിന്നെ ഇന്നത്തെ മെയിൻ കുക്കിംഗ് എൻ്റെ അനിയത്തി തന്നെയാണ്. ഇത്രയും എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും ബിരിയാണി വെക്കാൻ നമുക്ക് ഒരു മടിയുണ്ടാവില്ല. അളവൊക്കെ ഭയങ്കര കൃത്യമായിരിക്കും. പക്ഷേ എനിക്കാണെങ്കിൽ ഈ ഇങ്ങനെ ന്യൂക്ലിയർ ഫാമിലി പോലെയല്ലേ, അപ്പോൾ കുറച്ചുണ്ടാക്കിക്കൊണ്ട് തന്നെ എനിക്കിങ്ങനെ വലിയ മാസ് കുക്കിങ് ഇപ്പം അത്ര അങ്ങ് വശമല്ല. ഞാൻ മെയിനായിട്ട് നമ്മുടെ വലിയുള്ളി ഇല്ലേ, സവാള, അതരിയാൻ മാത്രമാണ് നിന്നത്. ബാക്കിയെല്ലാം അവരെല്ലാം കൂടിയാണ് ചെയ്തത്. പിന്നെ നമുക്കെല്ലാം ഒരു ശീലമുണ്ട്, ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്ക് പെട്ടെന്ന് അങ്ങ് സ്റ്റെക്കാവുമല്ലോ ആ പ്ലേറ്റിലുള്ളത്. പിന്നെ ഇത്തിരി ചോറും മീൻകറിയും കഴിക്കാൻ തോന്നും. അതുകൊണ്ട് എപ്പോഴും ഇവിടെ ബിരിയാണി വെക്കുമ്പോൾ മീൻകറിയും ചോറും പച്ചക്കറിയും അതിൻ്റെ വറവും കാര്യങ്ങളും അതെല്ലാം സ്പെഷ്യലായിട്ട് വേറെയും വെക്കും. പിന്നെ അച്ഛനും ബിരിയാണിയൊന്നും അധികം ഇഷ്ടമില്ല, കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് രണ്ടും വെക്കണം. നല്ല പണിയായിരിക്കും, തകൃതി അടുക്കളയിൽ. അതിനിടയിൽ ഞങ്ങളിന്നും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് പുട്ടും മീൻ മുളകിട്ടതായിരുന്നു രാവിലെ. അതിൻ്റെ ഇടയിൽ നമ്മുടെ അടുക്കള കണ്ടല്ലോ, ഇത് വലിയൊരു അടുക്കളയാണ്, പഴയ വീടുമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഇതൊക്കെ ഉണ്ടാവും. ഒന്നാമത് വലിയൊരു കുടുംബം ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കള എപ്പോഴും ലൈവായിരിക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ നല്ല മെസ്സായിട്ട് കാണുവാണെങ്കിലും എപ്പോഴും ആക്റ്റീവാകുന്ന, എല്ലാവരും ആക്റ്റീവാകുന്ന സ്ഥലമാണ് ഈ അടുക്കള. പിന്നെ അമ്മയുടെ സഹായത്തിന് ചേച്ചിമാർ, 2 ചേച്ചിമാരും ഇന്ന് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ കൂടിയാൽ പിന്നെ അമ്മയുടെ പണിയും അടുക്കള പണിയും എല്ലാം കൂടെ നടക്കില്ല എന്നറിയാം. കാരണം കഥ പറച്ചിലായിരിക്കും കൂടുതലുണ്ടാവുക. അതുകൊണ്ടാണ് ഇന്ന് ആ 2 ചേച്ചിമാരും വന്നത്. കാരണം അമ്മയുടെ രീതിക്കനുസരിച്ച് ഒത്തങ്ങ് ചെയ്തോളുമല്ലോ. ആ ജനലിൻ്റെ അപ്പുറത്ത് കാണുന്നില്ലേ, അത് നമ്മുടെ വീട് വൃത്തിയാക്കാൻ ഞാൻ കഴിഞ്ഞ വെക്കേഷൻ എങ്ങാനും വിളിച്ചൊരു ചേച്ചിയില്ലേ, അവരാ. അതിൻ്റെ ഇടയിൽ അനിയത്തി ഇങ്ങനെ നമ്മുടെ ദമ്മിടാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ വീടും പറമ്പും എല്ലാം ഒന്നങ്ങ് ചുറ്റി കാണിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ക്യാമറ എടുത്ത് നേരെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് വീട് കാണാം. വീടിൻ്റെ മുൻവശം ആദ്യം ഒന്നങ്ങ് കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വീട് നല്ല പഴക്കമുണ്ട്. കാണുമ്പോൾ ഒരു വാർപ്പിട്ട ഇരുനില വീടാണെങ്കിലും അന്ന് അച്ഛൻ വെക്കുമ്പോൾ, അതായത് ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ വീട് വെച്ചത്. അന്ന് ഇത്രയും വലിയൊരു വീട് വെക്കുമ്പോൾ ആ ഒരു നാട്ടിൽ അതൊരു വലിയൊരു അതിശയമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. പിന്നെ വലിയൊരു പറമ്പിൽ ഒരു വലിയ വീട്, അന്നത്തെ കാലത്ത് അതായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് വീടുണ്ടാക്കുമ്പം തന്നെ അച്ഛൻ വലിയ റൂമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ റൂമൊന്നും ഇങ്ങനെ കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അതായത് നമ്മളെ മേക്ക് ഓവറൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഏട്ടൻ്റെ കല്യാണ സമയത്ത് എങ്ങാനാണ് നിലമില്ലേ, അത് ആ സമയത്ത് നമ്മുടെ ചിപ്സ് ഇല്ലേ, മൊസൈക്കോ, അതായിരുന്നു. അത് മാറ്റിയിട്ട് പിന്നെ ടൈലും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ എക്സ്റ്റീരിയറായിട്ട് കുറച്ച് പർഗോളയുടെ വർക്കൊക്കെ ചെയ്തു. അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ലോണിലൊക്കെ കാളയൊക്കെ പൊടിച്ചിട്ടുണ്ട്, അതൊക്കെ വെട്ടാനായിട്ടുണ്ടെന്ന് ഏട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഏട്ടൻ്റെ സെക്ഷനായിട്ടോ. ഈ കുളവും പിന്നെ ഈ ഒരു മലയും കാര്യങ്ങളും മൂപ്പര് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗാർഡന്. അതുപോലെ തന്നെയാണ് സബിയേച്ചിക്കും. ഇവിടെ എല്ലാവർക്കും ഗാർഡനിങ് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പിന്നെ അനിയത്തിൻ്റെ വീട് ഇതിൻ്റെ അപ്പുറം തന്നെയാണ് കേട്ടോ. അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. പിന്നെ അവളുടെ വീടിൻ്റെ അടുക്കളൊക്കെ റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. ആ പണിയൊക്കെ തകൃതിയായിട്ട് അപ്പുറത്തുനിന്ന് നടക്കുന്നുണ്ട്. അത് ഈ പറമ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. എന്നെ പോലെ ഇങ്ങനെ വണ്ടിയിലൊന്നും വരേണ്ട ആവശ്യമില്ല, അത്രയും നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പുറകിലും സൈഡിലും ഒക്കെ ആയിട്ട് നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ വീട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, ഒരു 7.5 സെൻറ്റാണ്. അതും ഇതും നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് കുത്തിമറിയാം, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പറമ്പിൽ ഓടി ചാടി കളിച്ച് നടക്കാൻ. ഞങ്ങളൊക്കെ ഇങ്ങനെ പന്തലൊക്കെ കെട്ടി കളിച്ചിരുന്ന സ്ഥലമാണ് ഇത്. പന്തലിട്ടെന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കുക, നമ്മൾ ഓലയൊക്കെ കൊണ്ട് ചെറിയ വീടൊക്കെ ഉണ്ടാക്കി ചോറും കൂട്ടാനും വെച്ചിരുന്ന് കളിക്കില്ലേ, ആ കളിയൊക്കെ കളിച്ച സ്ഥലമാണ് അത്. അപ്പുറത്തെ സൈഡാണ് നമ്മുടെ വിറക് പുര, അതായത് കൂടാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അവിടെയൊക്കെ തുണിയൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കത്തുന്ന വെയിലത്ത് ഉണക്കി മടക്കി ചൂടോടെ ഇങ്ങനെ മടക്കി വെക്കുന്ന ശീലമാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഉള്ളത്. ഞാനിങ്ങനെ ഷീറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് ശീലമാണല്ലോ, കാരണം സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് രാത്രിയൊക്കെ എൻ്റെ അലക്കൊക്കെ നടക്കുന്നത്. ഇവിടെ നല്ല വ്യത്യാസമാണ്. പഴയ ഒരു ചിട്ടയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ അമ്മയുടെ ആമ്പൽ വളർത്തുന്ന സ്ഥലമാണ്. അമ്മ ഇങ്ങനെ ഒരുപാട് 2-3 സ്ഥലങ്ങളിൽ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത് കാണാം. വെള്ളത്തിൽ പെയിൻ്റ് അടിക്കാനായിട്ടുണ്ട്, അതിങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് പെയിൻ്റ് അടിക്കാനായി എന്ന്. കാരണം മതിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുഷിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒന്നങ്ങ് ചുറ്റിക്കറങ്ങി വരുമ്പോഴത്തേക്ക് അടുക്കളയിൽ നല്ല ജോറായിട്ട് പണി നടക്കുക.
എനിക്കായിട്ട് അവിടെ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു നീ കുറച്ച് ഷർട്ടും മുണ്ടൊക്കെ ഉണ്ട് അച്ഛൻ്റെ, അതെല്ലാം അങ്ങ് ഇസ്തിരി ഇട്ടോന്ന്. അപ്പോൾ പിന്നെ ഞാൻ വേഗം അതിനായിട്ട് അങ്ങ് നിന്നു. പിന്നെ ചേച്ചിയുടെ മോളും ഉണ്ട് കേട്ടോ. അവളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞു വാവയുണ്ട്. നേരത്തെ അടുക്കളയിൽ എടുത്തത് സബീച്ചി എടുത്തത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആർക്കും ക്യാമറയുടെ മുന്നിൽ വരാൻ അത്ര താല്പര്യമില്ല. പിന്നെ അവരെ ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കിയിട്ട് ഞാൻ എടുക്കുന്നതും ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ മുഖമൊന്നും ആരെയും കാണിക്കാത്തത്. പിന്നെ ചേച്ചിയുടെ മോളെ കല്യാണം കഴിച്ചത് തൃശ്ശൂരാണ്. പിന്നെ നമുക്ക് വടകരയിൽ നിന്ന് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നല്ല ദൂരമാണ്. അവൾക്കും അങ്ങനെ എപ്പോഴൊന്നും വരാനും പറ്റാറില്ല. ചേച്ചിയെ കല്യാണം കഴിച്ചത്, എൻ്റെ മൂത്ത ചേച്ചിയെ കല്യാണം കഴിച്ചത് പയ്യന്നൂരാണ്. അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നല്ല ദൂരമാണ്. കേരളത്തിൻ്റെ തെക്കും വടക്കുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. പിന്നെ സബിയേച്ചി കണ്ണൂരാട്ടോ. പിന്നെ അനിയത്തിനെ കല്യാണം കഴിച്ചത് വടകര തന്നെയാണ്, ഞാനും വടകര തന്നെ. അപ്പം നമ്മൾ രണ്ടാളുമാണ് നാട്ടിൽ തന്നെ, അതായത് ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും എല്ലാം ഞാനും അനിയത്തിയും ഈ വടകര തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭാഷയിൽ വടകര സ്ലാങ് നന്നായിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ മുകളിലൊന്ന് കാണാം. ഇവിടെ സബിയേച്ചിയുടെ ലോകമാണ്. എന്താ പറയേണ്ടതെന്നറിയില്ല. മൂപ്പര് വലിയൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. വലിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ പുറത്തേക്ക് അങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ശീലമൊന്നുമല്ല. നന്നായിട്ട് വരയ്ക്കും കേട്ടോ. മൂപ്പരിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫ്രീ ടൈം നമുക്ക് ഓരോരോ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ വേറെ എന്താ ഗാർഡനിങ് ഒക്കെ ഇല്ലേ. അപ്പോൾ സബീച്ചിയുടേത് ഇതുപോലെ വരയ്ക്കലും പിന്നെ ഗാർഡനിങ് ആണ്. ഇൻഡോർ ഗാർഡൻസ് ഒക്കെ ഒരുപാടുണ്ട്. അത് ഞാൻ ബാൽക്കണിയിലുണ്ട്, ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ സബീച്ചിയുടെ വരച്ചതാണ്. ഇത് മൂക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവളുടെ റൂമായത്. ഞാൻ തുറക്കുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം അതിനുള്ളിലുണ്ട്. അയ്യോ ഷൂട്ട് ചെയ്യല്ല, ഞങ്ങൾ പോയിട്ട് എടുത്തോന്ന് പറഞ്ഞു. അതങ്ങനെ ഞാൻ അടച്ചു. പിന്നെ കാലി റൂമെല്ലാം ആദ്യം അങ്ങ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് താമസിക്കാനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന റൂമാണ്. ഇപ്പോൾ ഇവിടെ ആരും കിടക്കുന്നൊന്നുമില്ല. ഇപ്പോഴത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ ഗസ്റ്റ് റൂമെന്ന് പറയാം. ചേച്ചിയൊക്കെ ആദ്യം കല്യാണം കഴിച്ചപ്പോൾ ഇവിടെയാണ് നമ്മൾ വീട്ടിൽ വരില്ലേ, ആ സമയത്ത് കൂടാൻ വരുമ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇനി ഏട്ടൻ്റെ റൂം കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ സബീച്ച് വരച്ച വേറൊരു ചിത്രവും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ കണ്ടില്ല. ഇങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോഴാണ് കണ്ടത്. എന്താണാവോ ഇതിൻ്റെ എല്ലാം സിമ്പിൾ എന്നൊന്നും എനിക്കറിയില്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. പിന്നെ ഈ ഒരു മ്യൂറൽ പെയിൻറ്റും ഇതൊക്കെ മൂപ്പരുടെ വർക്കാണ്. ഏട്ടൻ്റെ റൂം ഇത്തിരിയും കൂടെ വലുതാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു ബാൽക്കണിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും അങ്ങ് തുറന്നിട്ടില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് വേഗം അങ്ങ് താഴേക്ക് പോവാം. പിന്നെ അവിടെ ടി വിയുടെ ആ ഷെൽഫില്ലേ, അതിൻ്റെ ഇടയിൽ മോളുടെ കുറച്ച് ട്രോഫിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ, ഈ റൂമിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് മുകളിലത്തെ കോമൺ ആയിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട്, വരാന്ത, നമ്മൾ മേലത്തെ കോനായി എന്നൊക്കെയാണ് പറയുക. അവിടേക്ക് പോകാം. അവിടെയാണ് സബീച്ചിയുടെ നമ്മുടെ ഗാർഡനില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇൻഡോർ പ്ലാന്റ്സ് കുറേ ഉണ്ടെന്ന്, അതൊന്ന് കാണിച്ചു തരാം. അത് ഞങ്ങൾക്കിത് ഭയങ്കരമായിട്ട് എന്താ പറയുക അതിശയമാണ്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനും അത്യാവശ്യം ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ മൂപ്പർക്ക് ലീഫി പ്ലാന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടം, ഇങ്ങനെ ഫ്ലവേഴ്സ് അല്ല. ഏട്ടനാണെങ്കിൽ പൂക്കളുള്ളതാണ് ഇഷ്ടം. രണ്ടാൾക്കും ഈ ഒരു കാര്യത്തിൽ രണ്ട് മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് രണ്ടാളുടെയും ഗാർഡൻ രണ്ട് രീതിയിലാണ് ഉള്ളത്. നമ്മൾ പറയും അതെന്തായാലും നന്നായത്, കാരണം ഈ ഒരു വീട്ടിൽ എല്ലാ തരത്തിലുള്ള ചെടികളും അതുകൊണ്ടാണല്ലോ വന്നത്. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞു കേട്ടോ. ഇതിനേക്കാളും ഉണ്ടായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് മൂപ്പര് ഈ ഒരു എന്താണ് പറയുക പ്ലാന്റ്സ് ഇങ്ങനെ മാറ്റി മാറ്റി നടില്ലേ, അത് കുറച്ചങ്ങ് കുറഞ്ഞത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളക്ഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് പുതിയതൊക്കെ വന്നു കഴിഞ്ഞ് ഇപ്പം എനിക്കൊക്കെ അങ്ങ് തരും, എനിക്കും അനിയത്തിക്കൊക്കെ അങ്ങ് തന്നിട്ട് ഞാൻ ഇവിടെ നിന്നാണ് ഓരോന്നായിട്ട് എടുത്തിട്ട് അവിടേക്ക് നട്ട് പൊടിപ്പിക്കുന്നത്. എൻ്റെ ഒരു കുഞ്ഞു ഗാർഡനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, വീട്ടിൽ പോയിട്ട് കുറച്ചൊക്കെ എടുത്തതാണെന്ന്, അത് ഇവിടെ നിന്നൊക്കെയാണ്. മണി പ്ലാന്റ്സ് ഒക്കെ സബീച്ച് തന്നതാ. പിന്നെ പിള്ളേർ നേരത്തെ പൂട്ടിയിട്ടുള്ള ആ റൂമില്ലേ കാണിക്കാൻ സമ്മതിക്കാതിരുന്നത്, അവരൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പം വന്നു കഴിഞ്ഞാൽ ആ റൂമും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് നാച്ചുവിൻ്റെ റൂമാണ്. അവൾക്കിങ്ങനെ പിങ്ക് ഷെയ്ഡിലുള്ള ഒരു റൂം വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തതാണ്. അവളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവളുടെ കളർ തീമിൽ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂം. ഈ മുറി മറ്റേ മുറികൾക്കനുസരിച്ചിട്ട് അത്രയ്ക്ക് വലിപ്പമില്ല, പക്ഷേ അവളുടെ എല്ലാ സൗകര്യത്തിനും ആഗ്രഹത്തിനും ഒത്തൊരു റൂം തന്നെയാണ് ഇത്. ഭയങ്കര രസമാണ്. അവളിങ്ങനെ എപ്പോഴും ഇങ്ങനെ അടുക്കി പെറുക്കി ഒതുക്കി വെക്കും. നമ്മളെല്ലാം ഇങ്ങനെ കയറി വലിച്ചിടുന്നതോ അതൊന്നും ഇഷ്ടമല്ല. നമ്മൾ മീൻസ് കുട്ടികൾ, ഞങ്ങളൊന്നും ഇങ്ങനെ അധികം ഇവിടെയൊന്നും വരില്ല. അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തത്. ഇങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് വർക്കും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നന്നായിട്ട് വരയ്ക്കുന്നു, അതൊക്കെ അവൾ ഈ റൂമിൽ നിന്നാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നിന്നാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല, കാരണം അത്രയും അടുക്കി പെറുക്കി ഒതുക്കിയിട്ടാണ് എപ്പോഴും നീറ്റാക്കിയിട്ട് ഈ റൂം വെക്കുക. നമുക്ക് താഴേക്ക് പോകാം അല്ലേ.
താഴെയും 3 ബെഡ്റൂം തന്നെയാണ് ഉള്ളത്. കയറുമ്പോൾ അതായത് കയറുമ്പോൾ പഴയ ഒരു ഓഫീസ് റൂം ഒരു ബെഡ്റൂം ആക്കിയിട്ടുണ്ട്. പിന്നെ മുന്നിൽ 2 റൂം, അതിൽ ഒന്ന് ഇത് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമാണ്. അപ്പുറത്തെ റൂം ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഇവിടെയാണ് ഇവിടെ വാഷ്റൂം ഇല്ല കേട്ടോ, പക്ഷേ അത് മറ്റേ റൂമിലാണ് ഉള്ളത്. അങ്ങനെ ആ റൂമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് അടുക്കളയിൽ വരാം. അപ്പോഴത്തേക്ക് ഇവിടെ ദമ്മൊക്കെ ചെയ്ത് ദമ്മൊക്കെ പൊട്ടിച്ചു നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം പ്ലേറ്റിലേക്ക് എല്ലാം അങ്ങ് അറേഞ്ച് ചെയ്യുക. ഓരോരുത്തർക്കും ഇങ്ങനെ പ്ലേറ്റിലാക്കിയിട്ട് വിളമ്പുന്നതാണ് ഇവിടുത്തെ ഒരു ശീലം. അങ്ങനെ അനിയത്തി തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത്. അമ്മയും കൂടെ ഉണ്ട്. അനിയത്തി അപർണയാണ് കേട്ടോ, അത് അവളുടെ പേര് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പാസ് ഹോം ഡയറീസ് എന്നൊരു ചാനലും കൂടെ ഉണ്ട്. നിങ്ങളിൽ കുറേ പേർക്ക് അറിയായിരിക്കും. അവളുടെ ചാനലിൽ എൻ്റെ വീട്ടിൽ വന്ന വിശേഷമുണ്ട്. പിന്നെ അവളുടെ വീടൊക്കെ ഓൾറെഡി എല്ലാ പണിയൊക്കെ കഴിഞ്ഞതാണ്. അടുക്കളയുടെ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ അവൾ വീഡിയോ ആയിട്ട് വരും. ആയിട്ടില്ല, പണി കഴിഞ്ഞിട്ടില്ല. അടിപൊളി അടുക്കള കേട്ടോ, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. സൂപ്പറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ആ വീഡിയോ ഒക്കെ വരട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇലയിൽ വിളമ്പുകയാണ്. ഇതിപ്പം ആണുങ്ങൾക്ക് ആദ്യത്തെ പന്തിയില്ലേ, അതൊക്കെ ഇലയിൽ വിളമ്പി. ഞങ്ങൾക്ക് പിന്നെ പ്ലേറ്റ് മതിയെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പ് മുഴുവൻ പ്ലേറ്റിലാണ്. കുട്ടികളും പ്ലേറ്റിൽ തന്നെയാണ് കഴിച്ചത്. എല്ലാവരും കൂടിയാൽ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ കൂടുതൽ സമയം വർത്താനം പറയുക, അവസാനം കൈ ഉണങ്ങുന്ന പരിവാവും. നിങ്ങളെ വീട്ടിലും ഇങ്ങനെയൊക്കെയാണോ? എല്ലാവരും ഒത്തുകൂടുമ്പോൾ അതായത് എത്ര പറഞ്ഞാലും തീരില്ല. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല, കാട് കയറും. അവസാനം അമ്മ വിളിച്ചപ്പോഴാണ് എല്ലാവരും കൂടി എഴുന്നേറ്റ് പിന്നെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ പറമ്പിലേക്കെല്ലാം ഒന്നങ്ങ് പോയി. അമ്മയുടെ നമ്മുടെ പൈനാപ്പിൾ ഇല്ലേ, കൈതച്ചക്ക, അതൊക്കെ ഒന്ന് കാണിച്ചു തരിക. പിന്നെ ഇന്നലെ തന്നെ മഴ പെയ്തതുകൊണ്ട് 2 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്തിട്ട് തകര വെച്ചാൽ ഞങ്ങളിവിടെ തവരാന്ന് പറയുക, അതിൻ്റെയൊക്കെ വിത്തൊക്കെ മുളച്ചു പോയി. പക്ഷേ അത് ഈ സമയത്ത് മുളക്കാൻ പാടില്ലല്ലോ. അമ്മ ഇങ്ങനെ പറഞ്ഞു, ഈ വിത്തൊക്കെ ഇത് കണ്ടോ ഇങ്ങനെ മുളച്ചു പോയതുകൊണ്ട് കഷ്ടമായി, ഇനിയിപ്പം നല്ല വേനലിൽ ഇതങ്ങ് നനച്ച് പൊടിപ്പിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു പരിഭവം പറച്ചിലൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം പിന്നെ അവളും വന്നു, അപർണയും കൂടെ വന്നു, അനിയത്തിയും കൂടെ വന്നു. അപ്പം നമ്മൾ പിള്ളേരും എല്ലാവരും കൂടെ മാങ്ങ പറിയും, ചക്ക നോക്കലും, മൂത്തോ നോക്കലും, അങ്ങനെ ചക്ക പാകമായോ നോക്കലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഏച്ചിക്ക് അങ്ങനെ പറമ്പും കാര്യങ്ങളും നോക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. മൂപ്പര് പിന്നെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പം ഏച്ചിയുടെ മോള് വന്നതുകൊണ്ട് തന്നെ ആ മോളുടെ വാവയില്ലേ, ആ വാവയുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏച്ചി അതൊക്കെ ചെയ്തു. ഞാനും അപർണയും കൂടെ ഈ പറമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ ചക്ക പറിക്കലും മാങ്ങ പറിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ പോവുകയാണ്. പിന്നെ നമുക്ക് ഒരേ വൈബ് തന്നെയാണ്, അതായത് നമ്മളെല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ കേക്ക് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ ടീച്ചിങ് ആണെങ്കിൽ, പിന്നെ ഇപ്പം ചാനലിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം നമ്മൾ ഒരേ മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല. അതിന് എല്ലാവരും തമാശയാക്കുകയും ചെയ്യും. എല്ലാവരും കൂടെ ഒത്തുകൂടിയാൽ പിന്നെ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയും, നമുക്കതിലൊന്നും ഇടപെടാനുണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ചേച്ചി ഏട്ടനെല്ലാം കൂടെ ഇങ്ങനെ പരിഭവം പറയും. ഞാനും അവൾ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഏച്ചിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ 8ാം ക്ലാസ്സിലും അവൾ 6ാം ക്ലാസ്സിലാണ്. അപ്പം നമ്മളാണ് കൂടുതൽ സമയം ഒരുമിച്ചുണ്ടായത്. ഏട്ടൻ പിന്നെ കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ്റെ കൂടെ ഷോപ്പിലേക്ക് അങ്ങ് പോയി. അത് നമ്മൾക്ക് ഇവിടെ ജ്വല്ലറിയാണ്, അമ്പിളി ജ്വല്ലറി അറിയാവോ? വടകരക്കാർക്ക് അറിയായിരിക്കും. അപ്പം അങ്ങനെയാണ് ഏട്ടൻ ബിസിനസ്സിലേക്ക് അങ്ങ് തിരിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ മാതിരി കല്യാണം വരെ ഞാനും അനിയത്തിയും അച്ഛനും അമ്മയും, ഏട്ടൻ രാത്രിയല്ലേ വരും. അപ്പം നമ്മളെപ്പോഴും ഫ്രണ്ട്സിനെ പോലെയാണ്. അതാണ് ഇവരെല്ലാവരും എപ്പോഴും പറഞ്ഞ് കളിയാക്കുക. പിന്നെ അമ്മ പറമ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കണ്ണ് തേങ്ങ വീണിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുക. എത്ര തേങ്ങ ഇങ്ങനെ വീണ് കിടന്നാൽ അതെല്ലാം എടുത്ത് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് അടുപ്പിച്ച് അതൊക്കെ കൂടയിൽ നമ്മുടെ വിറക് പുരയിൽ അവിടെ വെക്കും. എന്നിട്ട് പറയും, നിങ്ങൾക്കൊന്നും ഇതിൻ്റെ വില അറിയില്ലായിട്ട്, ഇതൊക്കെ അച്ഛനിങ്ങനെ കഷ്ടപ്പെട്ട് ഓരോരോ തരിക്കും അച്ഛൻ്റെ അധ്വാനം ഉണ്ടെന്ന് പറയും. പക്ഷേ അച്ഛൻ ഇതെല്ലാം ഉണ്ടാക്കിയതാണെങ്കിലും അച്ഛനിങ്ങനെ ഈ പറഞ്ഞ മാതിരി അധികം സംസാരിക്കില്ല. സംസാരം കൂടുതൽ അമ്മയാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാം നോക്കി നടത്തുന്നത് അമ്മയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം എൻ്റെ വീടും പരിസരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമോ എന്തോ അറിയില്ല. സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയായിരിക്കും. കാരണം എൻ്റെ വീട് മാറി ഞാൻ അധികം വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ പറയാനും വിട്ടുപോലെ. ഇതാണ് എൻ്റെ അച്ഛൻ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ. താങ്ക്